മറ്റന്നാളാണ് നറുക്കെടുപ്പ്. നമ്മുടെ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്ന് തോറ്റതാണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാവണമെന്നാണ് മേൽഘടകത്തിൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഉള്ള ഒരു ശ്രമം. പക്ഷേ ഇതൊരു പ്രഖ്യാപനമല്ല. പ്രഖ്യാപനം മറ്റന്നാൾ നമുക്ക് നറുക്കെടുപ്പിന് ശേഷമേ ഉള്ളൂ. ഒരു പക്ഷേ കഷ്ടകാലത്തിന് ഇത് വനിതാ സംവരണം വല്ലതും വന്നാൽ അത് നമുക്ക് വലിയൊരു അടിയാവും. കാരണം അങ്ങനെ ആയാൽ അതൊരു പ്രശ്നമാണ്. അങ്ങനെ ആവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നേതാവേ. അഥവാ വനിതാ സംവരണ വാർഡ് ആയാലോ നമുക്കൊരാളെ വേണമല്ലോ. അപ്പം അത് നമുക്ക് നേരത്തെ തീരുമാനിച്ചു നോക്കണം. അത് ശരിയാ താൻ പറഞ്ഞതേ. കാരണം വെച്ചാൽ അതാകുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മീറ്റിംഗ് കൂടി പോകണ്ട, പ്രചരണം വേഗം ഒന്ന് തുടങ്ങാം. നമ്മുടെ വാർഡിൽ അങ്ങനെ യോഗ്യതയുള്ള ഒരു സ്ത്രീ ഈ മത്സരത്തിന് നിൽക്കാനില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പിന്നെ നമ്മൾ വേറൊരു വാർഡിൽ നിന്ന് ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയാൽ ജയിക്കണമെന്നില്ല. നമ്മുടെ രാജേന്ദ്രന്റെ ഭാര്യയായാലോ, അവരെ കാണാൻ നല്ല സുന്ദരിയാണ്. അത്ര സുന്ദരിയായാലും സ്ത്രീകൾ വോട്ട് ചെയ്യത്തില്ല. അസൂയ, കുശുമ്പ്. അത് മാത്രമല്ല, അവർക്ക് നിൽക്കാൻ പറ്റില്ല, ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല. കാരണം അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. ശരിയാ. അവർക്കൊരിക്കലും നിൽക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാത്രി മുഴുക്ക സമയമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക. വീട്ടിൽ പോയിട്ട് എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് ആരാണ് യോഗ്യത ഉള്ള ഒരു സ്ത്രീ എന്ന് വെച്ചാൽ എന്നോടൊന്ന് പറ. നാളെ നമുക്ക് അതിന് ചെയ്യാം. പിന്നെ എനിക്ക് ഇന്ന് അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോകേണ്ടതാണ്. ഞാനൊന്ന് ഇറങ്ങുവാണേ. ഓക്കെ, ശരി. ശരി.